ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. രാവിലെ 10 മണിയായപ്പോൾ ഞാൻ സക്കിയ കുട്ടീനെ മദ്രസയിൽ നിന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവർക്കിപ്പോൾ 8 മണി മുതൽ 10 മണി വരെയാണ് കേട്ടോ മദ്രസ ഉള്ളത്. ഈ സമയത്തൊക്കെ നല്ല വെയിലായിരുന്നു. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ ഒരു സിപ്പപ്പൊക്കെ വാങ്ങി അങ്ങനെ കഴിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കുക. വീട്ടിലെത്തിയപ്പോൾ തന്നെ നമ്മുടെ സക്കിയക്കുട്ടിക്ക് നല്ല വിശപ്പായിരുന്നു കേട്ടോ. കാരണം വേറൊന്നുമല്ല, തിരിച്ചു വരുന്ന സമയത്ത് നമ്മളൊരു നൂഡിൽസും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായി നൂഡിൽസ് കഴിച്ചിട്ട് കൊതിയാവുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചെറിയ 2 പാക്കറ്റ് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ വന്നപാട് തന്നെ ആൾക്ക് ഭയങ്കര വിശപ്പും. നൂഡിൽസൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചപ്പോഴാണ് ചെറിയൊരു പാക്കറ്റും കൂടെ അതിൽ കാണുന്നത്. അത് വേവിക്കാൻ വേണ്ടി ഇടാനുള്ളതാണ് വെച്ചിട്ട് തുറന്നു നോക്കിയതായിരുന്നു. ലാസ്റ്റാണ് അതിൻ്റെ മുകളിലുള്ളത് വായിച്ചു നോക്കുന്നത്. അത് ലാസ്റ്റ് നമ്മൾ കഴിക്കുന്നതിൻ്റെ മുമ്പ് മേലെ ഇടാൻ വേണ്ടിയിട്ടുള്ള പാക്കറ്റായിരുന്നു കേട്ടോ. ചില്ലി ഫ്ലേക്സും എന്തൊക്കെയായിട്ടുള്ളത്. അപ്പോൾ അത് ഇട്ടാൽ എരിവ് കൂടുമെന്ന് വിചാരിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, എരിവൊന്നുമില്ല. അങ്ങനെ നമ്മുടെ നൂഡിൽസൊക്കെ റെഡിയാക്കി സക്കിയ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അവൾ നല്ല കൊതിയോടെ തന്നെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞാനും അതിന് കുറച്ചൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ ക്ലീനിങ്ങിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ സക്കിയക്കുട്ടി ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വന്തം തന്നെ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് വന്നതാണ് കേട്ടോ. നാരങ്ങയൊക്കെ മുറിച്ച് എത്ര പിഴിയാൻ ശ്രമിച്ചിട്ടും അതിൻ്റെ നീര് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നില്ല. ഒന്നാമത് ചെറിയ നാരങ്ങ ആയതുകൊണ്ട് തന്നെ നീര് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അവൾ എങ്ങനെ ശ്രമിച്ചിട്ടും പിഴിയാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ തന്നെ അതിൽ ഏർപ്പെടേണ്ടി വന്നു. പിന്നെ പഞ്ചസാരയൊക്കെ എടുത്ത് കൊടുത്ത് പഞ്ചസാരയൊക്കെ ഇട്ട് ഇളക്കി അങ്ങനെ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് തന്നു. സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ആ ഒരു സന്തോഷത്തിൽ തന്നെയായിരുന്നു കേട്ടോ സക്കിയക്കുട്ടി ഉണ്ടായിരുന്നത്. അപ്പം ഉണ്ടാക്കി കഴിഞ്ഞത് ഒരു ഗ്ലാസ് വേഗം എടുത്തിട്ട് എനിക്ക് ഒഴിച്ച് തന്നിട്ടുണ്ട്. പിന്നെ അവളും കുടിച്ച് സൂപ്പറാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ. നാരങ്ങ വെള്ളമൊക്കെ കുടി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് അടിച്ചു വാരാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടേബിളിൻ്റെ മേലുള്ളതൊക്കെ നമ്മുടെ സക്കിയക്കുട്ടി വൃത്തിയാക്കി തന്നെ തന്നിട്ടുണ്ട്. ടേബിളൊക്കെ തുടച്ച് വൃത്തിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിലമൊക്കെ നന്നായിട്ടൊന്ന് അടിച്ചു വാരുകയാണ്. അപ്പോൾ പൊടി നല്ല പൊടിയാണ് കേട്ടോ. പൊടി വറക്കുന്നത് നമുക്ക് ക്യാമറയിൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ എന്ന് അടിച്ചു വാരി തുടച്ചാലും ഭയങ്കര പൊടി പാറിയിട്ട് നല്ല പൊടി തന്നെയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ അടിച്ചു വാരിക്കോളാം എന്നൊക്കെ എന്നോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ സ്കൂളിൽ നിന്ന് ഇങ്ങനെ വീട്ടിൽ എന്തെങ്കിലും പണിക്ക് സഹായിക്കണം അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ചെറിയ മെസ്സേജൊക്കെ വന്നതിന് ശേഷം പണിക്ക് കൂടി തരാൻ വേണ്ടിയിട്ട് ഭയങ്കര ഉഷാറാണ് നമ്മുടെ സക്കിയക്കുട്ടി. അപ്പം ഞാൻ അടുക്കളയിലേക്ക് അടിച്ചാക്കിയപ്പോഴത്തേക്ക് ആൾ ചൂലെടുത്തിട്ട് പെട്ടെന്ന് അവിടേക്ക് അടിച്ച് വാരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ പണിയിലൊക്കെ അങ്ങനെ സഹായിച്ചു തരും. പിന്നെ അപ്പോൾ ഉച്ചയ്ക്ക് ചെറിയൊരു കറി ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ഉണ്ടായിരുന്നു. ചിക്കൻ കറിയും ഫ്രൈ ആക്കിയതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നും എനിക്ക് പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉണക്കൽ കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സക്കിയ കുട്ടിക്ക് പിന്നെ ഉണക്കൽ കറിയൊന്നും പറ്റില്ല. അവൾക്ക് ചിക്കൻ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ അത് ഞാൻ കുറച്ചൊരു 2 മീൻ മാത്രം ഇട്ടിട്ട് അങ്ങനെ ഒരു ചെറിയൊരു പുളിവെള്ളം പോലെയൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച ഒരു തക്കാളിയും ഒരു ഉള്ളിയും പച്ചമുളകും പിന്നെന്താ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പുളിയൊക്കെ പിഴിഞ്ഞ് വെച്ച് അങ്ങനെ അടുപ്പത്ത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറി തന്നെയാണ് കേട്ടോ. വെറും 2 മീൻ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം ഷെഫീക്കാക്കും പറ്റൂല, അതൊക്കെ കുട്ടിക്കും പറ്റൂല. വെറുതെ കുറേ ഉണ്ടാക്കിയിട്ട് കളയേണ്ടി വരും. അപ്പോൾ എനിക്ക് മാത്രമുള്ളത് ഞാൻ ഉണ്ടാക്കി അങ്ങനെ കറിയൊക്കെ റെഡിയായി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒരു ഉച്ചക്ക് സാധാരണ ഇങ്ങനെ ഉറങ്ങാനുള്ളൊരു ടൈമൊന്നും കിട്ടലില്ല കേട്ടോ. ഉറക്കമൊക്കെ എണീറ്റ് ചായയൊക്കെ കുടിച്ചതാ വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മുടെ സക്കിയക്കുട്ടി ഓട്ടം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഞാൻ വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ വീട് പണിക്കൊക്കെ ഇറക്കിയ മെറ്റിലൊക്കെ മുറ്റത്ത് നിരന്ന് പരന്ന് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ചളിയൊക്കെ ആയിട്ട്. അപ്പോൾ അത് കുറച്ച് പെറുക്കി വെച്ചാൽ കോൺക്രീറ്റ് ചെയ്യാനൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓരോ കൊട്ട അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ പെറുക്കി വെക്കും. അങ്ങനെ ആ ഒരു പണിയിലാണ്. അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്ത് തന്നതിന് ശേഷം ഓള് പിന്നെയും കേക്ക് ഉണ്ടാക്കലോ ചോറും കറി ഉണ്ടാക്കലോ ഒക്കെ ആയിട്ട് നമ്മുടെ സക്കിയക്കുട്ടിയും മുറ്റത്ത് കളിയിലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ഒരു ലൈക്ക് തരണം. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ അർഷിത. ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.